ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ എല്ലാവരും ഹൽദിക്ക് പോകാൻ പോകട്ടോ. അപ്പൊ നമ്മുടെ എന്താ പറയാ, എല്ലാവരും നമ്മുടെ കസിൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഈ ഒരു ഹൽദിക്ക് നമ്മൾ കസിൻസ് മാത്രമായിട്ടാ പോണത്. നമ്മൾ മുതിർന്ന ആരും അങ്ങനെ കൊണ്ടുപോകില്ല. കാരണം നമ്മൾ ഈ കസിൻസ് നമ്മൾ കുറച്ച് നമ്മളെ ഏജിലുള്ള കുറച്ച് ആൾക്കാർ പോയിട്ട് അവിടെ പോയിട്ട് വൈബാക്കുക, ഡാൻസ്, പാട്ട്, അങ്ങനത്തെ ഒക്കെ ഒരു പ്ലാനായിട്ടാണ് ഞങ്ങളുടെ ഈ ഹൽദിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വൈപ്പിന് സെറ്റായ കുറച്ച് ടീംസ് മാത്രമാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ബ്രൈഡ്ലെ ഗ്രൂം ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്രൂം. ഇതൊക്കെ ഗ്രൂമിന്റെ ടീംസ്. അന്നുനെ റിയനും ഞാൻ എൻ്റെ കൂടെ കൂട്ടി ഞങ്ങളുടെ പ്ലാൻ ഒന്നും നടക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞിട്ട് മക്കളെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് പോയെന്ന് പറഞ്ഞത് 7 to 9 ഞങ്ങളുടെ പ്ലാന്. പക്ഷെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഞങ്ങൾ 10-10:30 ആയി കേട്ടോ. ഞങ്ങള് പെണ്ണിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ പുറത്ത് നല്ല മഴ കഴിഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അവൻ കൊടറ്റാലും നിരച്ചിട്ട് കാത്തു കാണാം. അപ്പൊ കടത്തിൽ കാണാം. കർക്കിടകം പോണ പോക്കാണ്ട് തന്നെ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു. ഒരു 5 മിനിറ്റ് കാറിലൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളവിടെ പ്രതീക്ഷിച്ച് ബ്രൈഡിൻ്റെ കുറച്ച് കസിൻസും അവിടെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലീസിനും മാത്രം കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ചധികം ഗ്രാൻഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു വലിയ ഇത്രയും ആൾക്കൂട്ടം ഉണ്ടപ്പോൾ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാറൊരു ധൈര്യം ചോർന്ന് പോയിട്ട്. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി കേട്ടോ. കാരണം ബ്രൈഡിൻ്റെ എൻട്രിയും കാരണമൊക്കെ സെറ്റാക്കുന്ന ഒരു സമയം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ ബ്രൈഡിൻ്റെ ഫാമിലി അമ്മനോടൊക്കെ പരിചയപ്പെടലും സംസാരിക്കാനൊക്കെ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മ. ഈ ഒരു സമയം കൊണ്ട് ഞങ്ങൾ ബ്രൈഡിൻ്റെ ടീമിനൊരു സംസാരിക്കാനും മിംഗ്ലതിനൊക്കെ നിന്നിട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾ കാറിന് ഞങ്ങൾക്ക് ചെറിയ കുഞ്ഞൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഇവരെ മുമ്പിൽ എങ്ങനെ കളിക്കുന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾക്ക് ആ ഭയമൊക്കെ ഒന്ന് പോയി കിട്ടി. ഞങ്ങൾ കൂളായി. ഹൽദിയുടെ ചടങ്ങ് തുടങ്ങണ മുന്നേ ഞങ്ങൾ ഫോട്ടോ എടുക്കലും മറ്റും കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ടോ. കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഹൽദി മഞ്ഞൾ തേക്കുന്ന സംഭവത്തിൽ കടന്നത്. അവിടെ ബ്രൈഡിന്റെ കസിൻസും അത്യാവശ്യം നല്ല കട്ടക്കുന്നുണ്ട്. ഡാൻസും പാട്ടായിട്ട് അവരും നല്ല വൈബിലാണ്. ബ്രൈഡിൻ്റെയും ടീം ഗ്രൂമിൻ്റെയും ഡാൻസുകൾക്ക് ശേഷം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാണ്ട് പോയത്. കാരണം അപ്പോഴേക്കും 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുന്ന സമയം കഴിഞ്ഞു. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ അടുത്ത ഹൽദിയുടെ സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ടീം ബ്രൈഡിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടൊരു ട്രീ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം. അതൊക്കെ അതല്ല, ഞങ്ങൾ കസിൻസൊക്കെ എല്ലാവരൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഉള്ളത് നമ്മുടെ ഹൽദിയുടെ മെയിൻ ചടങ്ങാണ് മഞ്ഞളൊക്കെ തേക്കുക. അപ്പോൾ ഞങ്ങൾ അതിനും ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കസിൻസോ ജസ്റ്റ് ഒന്ന് മഞ്ഞൾ തേച്ചതിന് ശേഷം ഇനിയും സെലിബ്രേഷൻസ് അവിടെ ബാക്കി കേട്ടോ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് ടീംസ് ആദ്യം ഉണ്ട് പോകുന്നുണ്ട്. കാരണം മക്കളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അവർ തരണ മുന്നേ ഞങ്ങൾ പോകുന്നു. ചെക്കനും കുറച്ച് ടീംസൊക്കെ ഇപ്പോഴും അടുത്താണ്. അവിടുത്തെ പ്രോഗ്രാംസ് ഒന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് സെറ്റായി കുറച്ച് പേരുടെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. ഇറ്റ്സ് മീ സാനി.